അട്ടപ്പാടി മധു കൊലപാതക കേസിൽ പ്രതികളുടെയും സർക്കാരിന്റെയും അപ്പീലുകളിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നും വിചാരണ കോടതി വെറുതെ വിട്ട 3 പ്രതികളെ ശിക്ഷിക്കണമെന്നുമാണ് സർക്കാരിന്റെ അപ്പീലിലെ ആവശ്യം. ഹൈക്കോടതിയിലൂടെ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മധുവിന്റെ കുടുംബം. ഒരുപാട് അവഗണിക്കപ്പെട്ടെന്നും ഒറ്റപ്പെട്ടുവെന്നും മധുവിന്റെ അമ്മ മല്ലിയും സഹോദരി സരസുവും 24-നോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും അവർക്ക് നല്ലൊരു വിധി തന്നെ ആയിരിക്കും ലഭിക്കുന്നത് എന്നാണ് ആ പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകുന്നത്. കേരള സമൂഹം ഒട്ടാകെ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു വിധിയാണ് ഇത്. കാരണം ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് അവഗണനകൾ സഹിച്ചു. ഇത്രയൊക്കെ പൊരുതി നമ്മൾ ഹൈക്കോടതിയിലും അവിടെ എത്താൻ കഴിഞ്ഞ് തന്നെ ഒരു വലിയൊരു ഇതായിട്ടാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ലോകം, ഒരു ലോകമല്ല, എല്ലാ ലോകം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതുവരെ ഹൈക്കോടതി വരെ എത്താൻ ഉള്ള ഇത് എല്ലാവരും കഴിവുകൊണ്ടാണ്. ഞങ്ങളുടെ കഴിവുകൊണ്ട് മാത്രമല്ല, എല്ലാ ജനങ്ങളുടെ കഴിവുകൊണ്ടും ഇത്രയായി. നല്ലൊരു വിധി തന്നെ വരണമെന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടുണ്ടാകും. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, 2 കൂട്ടരുടെയും സർക്കാരിന്റെയും ഒപ്പം പ്രതിഭാഗത്തിന്റെയും അപ്പീലുകൾ വിധി പറയുകയാണ്. പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ എന്താണ്? ഗൂഗിൾ പരമാവധി ശിക്ഷ, അതായത് ജീവപര്യന്തം ശിക്ഷ വേണമെന്നുള്ളതാണ് കുടുംബത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ആവശ്യം. അത് അംഗീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. നേരത്തെ മണ്ണാർക്കാട് പ്രത്യേക കോടതിയാണ് ഈ കേസിലെ 16 പ്രതികളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 14 പേർക്ക് 7 വർഷം കഠിന തടവിന് വിധിച്ചത്. അത് ചോദ്യം ചെയ്താണ് ആ ശിക്ഷ കുറഞ്ഞുപോയി, അല്ലെങ്കിൽ അവർക്ക് ചെയ്ത കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഇതിലേറെ ശിക്ഷയ്ക്കുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതിയിലേക്ക് മധുവിന്റെ കുടുംബവും അതോടൊപ്പം സംസ്ഥാന സർക്കാരും എത്തിയത്. അതിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിശദമായ വാദം കേട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിൽ വിധി പറയാൻ പോകുന്നത്. കേസിൽ 16 പ്രതികളാണുള്ളത്. നേരത്തെ അതിൽ ഒരാൾ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയിരുന്നു. അയാൾക്ക് 3 മാസം മാത്രമാണ് തടവുണ്ടായിരുന്നത്. ആ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി. അയാൾക്കും വെറുതെ വിട്ട 2 പ്രതികളുണ്ട്. അവർക്കും ജീവപര്യന്തം ഉറപ്പാക്കണം, അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷ നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് 16 പ്രതികളും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ അവരെല്ലാവരും കോടതിയിൽ ഹാജരാകും. 1-ാം പ്രതി ഹുസൈന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു, അയാളോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വലിയ പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസിൽ വിധി പറയാൻ പോകുന്നത്. 2018 ഫെബ്രുവരി 22-നാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. മോഷണക്കുറ്റം ആരോപിച്ച്, അതായത് ഭക്ഷണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് 34-കാരനെ മധുവിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. അത് പിന്നീട് കേരളം വലിയ ചർച്ചയായത്, കേരളം മാത്രമല്ല രാജ്യാന്തര തലത്തിൽ പോലും അത് വലിയ ചർച്ചയായതാണ്. കേരളത്തിന് വലിയ നാണക്കേടായ ഒരു സംഭവമാണ്. അതിൽ നേരത്തെ തന്നെ ഒരു കോടതിയുടെ വിധിയുണ്ട്. അത് പ്രതികളെ ശിക്ഷ വിധിച്ചിരുന്നു. അതിന് പിന്നാലെ ആ ശിക്ഷ കുറഞ്ഞുപോയി. അവർക്ക് ജീവപര്യന്തം ശിക്ഷ വേണമെന്നാവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് പോയിരുന്നു. ശിക്ഷ റദ്ദ് ചെയ്യണമെന്നാണ് പ്രതികളുടെ ആവശ്യം. ഈ 2 ഹർജികളിലാണ് ഇന്ന് ഹൈക്കോടതി വിധി പറയാൻ പോകുന്നത്. അത് ഒരുപക്ഷെ വലിയ ചർച്ചയാകാൻ പോകുന്ന ഒരു വിധി കൂടിയായിരിക്കും. ഗൂഗിൾ, തീർച്ചയായും ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.